അനവധി ഇരുമ്പ് ചങ്ങലകളാൽ ഞാൻ വളഞ്ഞിരിക്കുന്നു. എൻ്റെ പാപങ്ങൾ കാരണം തല കുനിച്ചിരിക്കുന്നു. പക്ഷെ ദൈവത്തിന്റെ കരുണ എന്ന് പറഞ്ഞാൽ ഏത് അകൃത്യങ്ങളെയും മോചിക്കാൻ ഉതകുന്നതാണ് എന്നുള്ളതാണ് ഈ ഒരു പ്രാർത്ഥനയുടെ ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി നമുക്ക് മനസ്സിലാകുന്നത്. മനുഷ്യയുടെ ഭൂതകാലം എന്നത് കർത്താവ് പൂർണ്ണമായിട്ടും മാറ്റി. ഇനി അടുത്തതായിട്ട് മനുഷ്യ ചെയ്യുന്നത് പാപത്തിന് ക്ഷമ ചോദിക്കുക മാത്രമല്ല, രക്ഷ അല്ലെങ്കിൽ ഡെലിവറൻസിന് വേണ്ടി, വിടുതലിന് വേണ്ടി ദൈവത്തോട് യാചിക്കുകയാണ്. അവസാനമായിട്ടാണ് സപ്ലിക്കേഷൻ, യാചിക്കുകയാണത്. നീ എന്നെ കൈവിടരുതേ, ഏറ്റവും താഴ്ന്ന ഭാഗങ്ങളിലേക്ക് എന്നെ വിധിക്കരുതേ എന്ന് പറഞ്ഞ്, എന്നെ കോപത്തോടെ തള്ളിക്കളയരുതേ എന്ന് പറഞ്ഞ് എന്നെ നീ പുനഃസ്ഥാപിക്കണമേ എന്ന് അഭയ യാചന എന്ന് പറഞ്ഞാൽ ഈ ഒരു അഭയ യാചന അവസാനമാണ് മനുഷ്യ പറയുന്നത്. നമ്മളിൽ ആർക്കാണ് വിടുതൽ വേണ്ടാത്തതായിട്ടുള്ളത്? എല്ലാവരും വിടുതലിനായിട്ട്, രക്ഷയ്ക്കായിട്ട്, ഡെലിവറൻസിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥനകളും അഭയ യാചനകളുമായിട്ട് ചെല്ലുന്നവരാണ്. അപ്പോൾ ഇന്ന് ഈ ഒരു മെസ്സേജിൽ ചങ്ങലകളെ യഥാർത്ഥത്തിൽ പൊട്ടിക്കുമാറാക്കിയ എന്ന് പറഞ്ഞാൽ ലിറ്ററലി ചങ്ങലകൾ പൊട്ടിക്കുമാറാക്കിയ ഒരു പ്രാർത്ഥനയെക്കുറിച്ചാണ് നമുക്ക് കാണേണ്ടത്. മനശ്ശെ എന്ന രാജാവിൻ്റെ പ്രാർത്ഥനയാണിത്. മനശ്ശെ എന്ന രാജാവിൻ്റെ ഈ ഒരു പ്രാർത്ഥനയെക്കുറിച്ച്, ഈ ഒരു പ്രാർത്ഥനയുടെ പശ്ചാത്തലത്തെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത് 2 ദിനവൃത്താന്തം 33-ാമത്തെ അധ്യായമാണ്. മനശ്ശ ഹിസ്കിയാവിൻ്റെ മകനാണ്. ഹിസ്കിയാവ് ദൈവഭക്തനായ ഒരു രാജാവായിരുന്നു. പക്ഷെ വെറും 12-ാമത്തെ വയസ്സിൽ രാജാവാകുന്ന ഹിസ്കിയാവിൻ്റെ മകനായ മനശ്ശ തൻ്റെ അപ്പനായ ഹിസ്കിയാവിനെ പോലെ ആകുന്നില്ല. ഹിസ്കിയാവ് പണിത ബലിപീഠങ്ങളൊക്കെ പൊട്ടിച്ചു കളഞ്ഞിട്ട് അന്യദൈവങ്ങൾക്കുള്ള ബിംബങ്ങളും യാഗപീഠങ്ങളും ഒക്കെ യെരുശലേമിൽ പണിയുകയാണ് മനശ്ശ. ഇത് മാത്രമല്ല, മനശ്ശ യഹോവയുടെ ആലയത്തിൽ പോലും അന്യദൈവത്തിനുള്ള യാഗപീഠം പണിത് അവിടെ യാഗമൊക്കെ നടത്തുന്നു. ആഭിചാരം, മന്ത്രവാദം, ഭാവി പറയുന്നവര്, കൈനോട്ടക്കാര്, ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചു വരുത്തി അവരെയൊക്കെ തൻ്റെ രാജ്യത്തിൽ നിയോഗിക്കുകയും അങ്ങനെ പലതരത്തിലുള്ള അകൃത്യങ്ങളും ചെയ്ത് മനശ്ശ എന്ന രാജാവ് യഹോവയുടെ അതിഭയങ്കര കോപത്തിന് പാത്രമാവുകയാണ്. അപ്പോൾ ബൈബിളിൽ ഈ 33-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ജാതികൾ ചെയ്യുന്നതിനെക്കാട്ടിൽ അകൃത്യങ്ങൾ യെരുശലേമിലെയും യഹൂദയിലെയും ആൾക്കാരെ ചെയ്യിക്കുമാറാക്കുന്നു മനശ്ശ എന്നതാണ്. അത്രയ്ക്ക് അകൃത്യങ്ങളൊക്കെ ചെയ്തിട്ട് ദൈവത്തിൻ്റെ ഇത്ര കോപത്തിന് പാത്രമാകുന്ന മനുഷ്യയോട് യഹോവ മനം തിരിയാൻ പറയുന്നു. പക്ഷെ മനുഷ്യയും ആ ജനവും ഇത് കേൾക്കുന്നില്ല. അപ്പോൾ ഇതിന് പകരമായിട്ട് യഹോവ ചെയ്യുന്നത് അശൂർ രാജാവിനെ കൊണ്ട്, അവരുടെ സൈന്യാധിപന്മാരെ കൊണ്ട് മനുഷ്യയെ പിടിപ്പിച്ച് ബാബേലിലേക്ക് മനുഷ്യയെ കൊളുത്തുകൊണ്ട് തൂക്കി ശരീരമാസകലം ചങ്ങല ഇട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ശത്രു രാജാവിൻ്റെ അടുക്കൽ കാരാഗ്രഹത്തിൽ മുഴുവൻ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് വളരെ മോശമായ അവസ്ഥയിലാകുന്ന മനശ്ശ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കഷ്ടത്തിലായപ്പോൾ അവൻ തൻ്റെ ദൈവമായ യഹോവയോട് അപേക്ഷിച്ചു. തൻ്റെ പിതാക്കന്മാരുടെ ദൈവത്തിൻ്റെ മുമ്പിൽ തന്നെത്താൻ ഏറ്റവും താഴ്ത്തി അവനോട് പ്രാർത്ഥിച്ചു. അവൻ തൻ്റെ പ്രാർത്ഥന കൈക്കൊണ്ട് അവൻ്റെ യാചന കേട്ട് അവനെ വീണ്ടും യെരുശലേമിൽ തൻ്റെ രാജ്യത്വത്തിന് തിരിച്ചു വരുത്തി. യഹോവ തന്നെ ദൈവമെന്ന് മനശ്ശെയ്ക്ക് ബോധ്യമായി. അപ്പോൾ ഈ ഒരു പ്രാർത്ഥനയെക്കുറിച്ച് നമ്മുടെ ബൈബിളിൽ എഴുതിയിട്ടില്ല. ആ ഒരു പ്രാർത്ഥന ബൈബിളിൽ നമ്മൾക്ക് കാണാൻ സാധിക്കത്തില്ല. പക്ഷെ ഈ ഒരു പ്രാർത്ഥന എവിടെ എഴുതിയിട്ടുണ്ടോ എന്നുള്ളത് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ചില ബൈബിളുകളിൽ എഴുതിയിരിക്കുന്നത് ദർശകരുടെ വൃത്താന്തത്തിൽ എഴുതിയിരിക്കുന്നു എന്നുള്ളത്, ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് സെയിങ്സ് ഓഫ് ഹൊസേയിൽ എഴുതിയിട്ടുണ്ട് എന്നുള്ളത്, ചില ബൈബിളിൽ എഴുതിയിരിക്കുന്നുണ്ട് ഹന്നാൻ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എന്നുള്ളതും മലയാളത്തിലെ ചില ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു കാര്യം കേട്ടപ്പോൾ എനിക്ക് ആദ്യമായിട്ട് തോന്നിയത്, എത്ര മഹത്വമേറിയ പ്രാർത്ഥനയായിരിക്കണം ഇത്രയ്ക്ക് അകൃത്യങ്ങളൊക്കെ ചെയ്ത മനുഷ്യയുടെ ഈ ഒരു പ്രാർത്ഥന കേട്ടപ്പോൾ ദൈവം അവനെ അവിടെ നിന്നും തിരിച്ചു കൊണ്ടുവന്ന്, എങ്ങനെയാണ് കൊണ്ടുവന്നതെന്ന് ബൈബിളിൽ എഴുതിയിട്ടില്ല. പക്ഷെ തൻ്റെ രാജ്യത്വത്തിലേക്ക് പുനഃസ്ഥാപിക്കാൻ തക്കവണ്ണമുണ്ടായ ആ ഒരു പ്രാർത്ഥനയെക്കുറിച്ച് അറിയാൻ എനിക്ക് വളരെയധികം ഉത്സാഹമുണ്ടായി. അങ്ങനെ അതിനെക്കുറിച്ച് സെർച്ച് ചെയ്തപ്പോൾ ഇന്റർനെറ്റിൽ മനുഷ്യയുടെ പ്രാർത്ഥന, ദ പ്രെയർ ഓഫ് മനശ്ശെ എന്ന് പറഞ്ഞ് ഞാൻ അത് കണ്ടെത്തി. അത് ഞാൻ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി ഞാനിത് മലയാളത്തിൽ ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. വെറും 15 വേഴ്സസേ ഉള്ളൂ, പക്ഷെ അതിശക്തമായ ഒരു പ്രാർത്ഥനയാണ്. അത് എന്തുകൊണ്ടാണ് ഇതിന് ഇത്ര മഹത്വമേറിയത് എന്നുള്ളത് നമുക്ക് വഴിയെ കാണാം. അപ്പോൾ ഈ ഒരു പ്രാർത്ഥന ഇപ്രകാരമാണ്: സർവശക്തനായ കർത്താവെ, ഞങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരുടെയും അവരുടെ നീതിയുള്ള സന്തതിയുടെയും ദൈവമേ,
സ്വർഗവും ഭൂമിയും അവയുടെ സമസ്ത ഭംഗിയോടും കൂടെ സൃഷ്ടിച്ചവനെ, നിന്റെ വചനത്താൽ സമുദ്രത്തിന്റെ അതിരുകൾ നിശ്ചയിച്ചവനെ, ആഴങ്ങളെ അടച്ചും നിന്റെ ഭയങ്കരവും മഹിമയുള്ള നാമത്താൽ മുദ്രയിട്ടവനെ, നിന്റെ ശക്തിയുടെ മുമ്പിൽ എല്ലാം വിറയ്ക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നു. നിന്റെ മഹിമയുടെ മഹത്വം അളക്കാനാവാത്തതാണ്. പാപികൾക്കെതിരായ നിന്റെ കോപഭീഷണിയുടെ ശക്തി ആരാലും നേരിടുവാൻ കഴിയുകയില്ല. എങ്കിലും നിന്റെ കരുണയുടെ വാഗ്ദാനം അളക്കാനാവാത്തതുമാകുന്നു. നീ അത്യുന്നതനായ യഹോവയാവുന്നു. മഹാകരുണയും ദീർഘക്ഷമയും മഹാകരുണയും ഉള്ളവനും മനുഷ്യരുടെ കഷ്ടപ്പാടുകളിൽ അനുതപിക്കുന്നവനും തന്നെ. നിന്റെ മഹത്തായ നന്മ പ്രകാരം നിനക്കെതിരെ പാപം ചെയ്തവർക്ക് മാനസാന്തരവും ക്ഷമയും വാഗ്ദാനം ചെയ്തവനാണ് നീ. നിന്റെ അനന്ത കരുണയിൽ പാപികൾക്ക് രക്ഷ ലഭിക്കേണ്ടതിന് മാനസാന്തരം നിശ്ചയിച്ചിരിക്കുന്നു. അതിനാൽ നീതിമാന്മാരുടെ ദൈവമായ കർത്താവെ, നിനക്കെതിരെ പാപം ചെയ്യാതിരുന്ന അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവർക്ക് മാനസാന്തരം നിശ്ചയിച്ചിട്ടില്ല. പക്ഷെ പാപിയായ എനിക്ക് നീ മാനസാന്തരം നിശ്ചയിച്ചിരിക്കുന്നു. കടൽ തീരത്തെ മണലിനെക്കാട്ടിലും അധികമായി ഞാൻ പാപം ചെയ്തിരിക്കുന്നു. കർത്താവെ, എൻ്റെ അകൃത്യങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു, അത്യന്തം വർദ്ധിച്ചിരിക്കുന്നു. എൻ്റെ തെറ്റുകളുടെ അനവധി മൂലം ഞാൻ സ്വർഗത്തിൻ്റെ ഉയരങ്ങളിലേക്ക് കണ്ണുയർത്തുവാൻ പോലും അർഹനല്ല. അനവധി ഇരുമ്പ് ചങ്ങലകളാൽ ഞാൻ വളഞ്ഞിരിക്കുന്നു. എൻ്റെ പാപങ്ങൾ കാരണം തല കുനിച്ചിരിക്കുന്നു. എനിക്ക് വിശ്രമമില്ല. ഞാൻ നിന്റെ കോപം ഉണർത്തുകയും നിന്റെ സന്നിധിയിൽ ദോഷം ചെയ്യുകയും ചെയ്തു. വിഗ്രഹങ്ങളെ സ്ഥാപിക്കുകയും അശുദ്ധികളെ വർദ്ധിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ ഹൃദയത്തിൽ മുട്ടുകുത്തി നിന്റെ നന്മയെ അപേക്ഷിക്കുന്നു. കർത്താവെ, ഞാൻ പാപം ചെയ്തിരിക്കുന്നു, ഞാൻ പാപം ചെയ്തിരിക്കുന്നു. എൻ്റെ അകൃത്യങ്ങൾ ഞാൻ അറിയുന്നു. ഞാൻ അപേക്ഷിക്കുന്നു, യാചിക്കുന്നു. കർത്താവെ, എന്നോട് ക്ഷമിക്കണമേ. എൻ്റെ അകൃത്യങ്ങളുടെ പേരിൽ എന്നെ നശിപ്പിക്കരുതേ. എനിക്കായി ദോഷങ്ങൾ സംഗ്രഹിച്ചു വെക്കരുതേ. എന്നേക്കും കോപത്തോടെ ഇരിക്കരുതേ. ഭൂമിയുടെ ഏറ്റവും താഴ്ന്ന ഭാഗങ്ങളിലേക്ക് എന്നെ വിധിക്കരുതേ. കാരണം നീ മാനസാന്തരപ്പെടുന്നവരുടെ ദൈവമാണ്. അർഹനല്ലാത്ത എനിക്ക് നീ നിന്റെ നന്മ കാണിക്കും. നിന്റെ മഹാകരുണപ്രകാരം എന്നെ രക്ഷിക്കും. അതുകൊണ്ട് എൻ്റെ ജീവിതകാലമൊക്കെയും ഞാൻ നിന്നെ സ്തുതിക്കും. സ്വർഗത്തിലെ എല്ലാ ശക്തികളും നിന്നെ സ്തുതിക്കുന്നു. മഹത്വം എന്നേക്കും നിനക്കുള്ളതാണ്. ആമീൻ. ഇതാണ് മനശ്ശെയുടെ പ്രാർത്ഥന. അപ്പൊ ഈ ഒരു പ്രാർത്ഥന തുടങ്ങുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനശ്ശെയുടെ ഈ ഒരു പ്രാർത്ഥിക്കുന്ന പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ, ദേഹം മുഴുവൻ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് ഏറ്റവും ക്രൂരമായി മർദ്ദിക്കപ്പെട്ട് തന്നെയായിരിക്കണം ശത്രുവിൻ്റെ പക്ഷത്തുണ്ടായിരുന്ന മനശ്ശെയുടെ ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, ആ ഒരു അവസ്ഥയിൽ, വളരെ മോശകരമായ അവസ്ഥയിൽ മനശ്ശെ രക്ഷിക്കണമേ എന്നുള്ള ആ ഒരു വാക്കിന് പകരം ആദ്യം ഈ പ്രാർത്ഥന തുടങ്ങുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ്. സർവശക്തനായ കർത്താവെ, അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ, സ്വർഗവും ഭൂമിയും അവയുടെ സമസ്ത ഭംഗിയോടുകൂടി സൃഷ്ടിച്ചവനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഈ ഒരു പ്രാർത്ഥന നമ്മൾക്ക് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മളുടെയൊക്കെ പ്രാർത്ഥനയിൽ ഇത്തരമൊക്കെ വാക്കുകൾ സാധാരണഗതിയിൽ ഒരു പക്ഷെ പ്രാർത്ഥിക്കുമായിരിക്കും. പക്ഷെ വലിയ മോശകരമായ അവസ്ഥകളിലൊക്കെ കടന്നു പോകുമ്പോൾ ഇത്തരം ഒരു വാക്ക് നമ്മുടെ വായിൽ നിന്നും വരുമോ എന്നുള്ളതൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. അവിടെയാണ് മനശ്ശെയുടെ പ്രാർത്ഥനയുടെ മഹത്വം എന്നുള്ളത്. എന്നാൽ മനുഷ്യ പ്രാർത്ഥന തുടങ്ങുന്നത് ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ടാണ്, വർണ്ണിച്ചുകൊണ്ടാണ്. അവൻ്റെ അതിഭയങ്കര നാമത്തെ വാഴ്ത്തിക്കൊണ്ട് തുടങ്ങുന്ന ഈ ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അഡറേഷനാണ് മനശ്ശെ ചെയ്യുന്നത്. ഈ ഒരു പ്രാർത്ഥനയെ കുറിച്ച് വായിച്ചപ്പോഴാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്ന്, കുറേ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഒരു ഫ്രണ്ട്, ജെമീമ എന്നൊരു ഫ്രണ്ട് എന്നോട് പറഞ്ഞതാണ്, ഒരു പ്രാർത്ഥനയുടെ കോമ്പോണൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സീക്വൻസ് ഇങ്ങനെയായിരിക്കണം. അതിൻ്റെ ഒരു സീക്വൻസിൻ്റെ ഒരു ഷോർട്ട് ഫോം ആയിട്ട് ആൾ പറഞ്ഞത് ആക്സ് എന്നാണ്. ACTS. A എന്ന് പറഞ്ഞാൽ അഡറേഷൻ. അഡറേഷൻ എന്ന് പറഞ്ഞാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക, പുകഴ്ത്തുക, അവനെ വാഴ്ത്തുക എന്നുള്ളത്. C എന്ന് പറഞ്ഞാൽ കൺഫെഷൻ. നമ്മൾ ചെയ്ത അകൃത്യങ്ങളൊക്കെ ദൈവത്തോട് ഏറ്റുപറയുക എന്നുള്ളതാണ് കൺഫെഷൻ. ഇനി T സ്റ്റാൻഡ്സ് ഫോർ താങ്ക്സ് ഗിവിങ്. ദൈവത്തിന് നന്ദി പറയുക. ഇനി അവസാനത്തേതാണ് S സ്റ്റാൻഡ്സ് ഫോർ സപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അഭയ യാചനകൾ തരണമേ, ചെയ്യണമേ, ജോലി തരണമേ, കടം മാറ്റണമേ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു പ്രാർത്ഥനയുടെ ഏറ്റവും അവസാനത്തെ പാർട്ടിലാണ് ഈ ഒരു സപ്ലിക്കേഷൻ വരേണ്ടത് തന്നെ. ആദ്യം പറയേണ്ടത് ദൈവത്തെ
മഹത്വപ്പെടുത്തുക, പുകഴ്ത്തുക. രണ്ടാമത്തേത് നമ്മുടെ ചെയ്ത അകൃത്യങ്ങളൊക്കെ അവനോട് ഏറ്റുപറയുക, കൺഫസ് ചെയ്യുക. മൂന്നാമത്തേത് അവന് നന്ദി പറയുക. നാലാമത്തേത് നമുക്ക് വേണ്ട ആവശ്യങ്ങൾ ദൈവത്തോട് പറയുക. അപ്പൊ ഏറ്റവും അവസാനമാണ് ആവശ്യങ്ങൾ ദൈവത്തിന് പറയുക എന്നുള്ളത്. അപ്പൊ ഈ ഒരു ആക്സ് എന്ന ഈ ഒരു പ്രിൻസിപ്പിള് അപ്പാടെ പൂർത്തി വരുന്ന ഒരു പ്രാർത്ഥന തന്നെയാണ് മനുഷ്യയുടെ പ്രാർത്ഥന. മനുഷ്യയുടെ പ്രാർത്ഥന ആ ഒരു അവസ്ഥയിൽ മനുഷ്യ തുടങ്ങുന്നത് അഡറേഷനാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ആ ഒരു അവസ്ഥയിൽ തൻ്റെ ഏറ്റവും താഴ്ചയായ അവസ്ഥകളിൽ ദൈവത്തിൻ്റെ ഉന്നതിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ദൈവത്തിന് ഏറ്റവും കൂടുതൽ മഹത്വം പുകഴ്ച നമുക്ക് കൊടുക്കും. അതിനെക്കാട്ടിലും വലിയൊരു പ്രാർത്ഥനയില്ല. ഇത് ചിലപ്പം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തെ പുകഴ്ത്തുക എന്ന് പറയുന്നത് എത്രമാത്രം വലുതാണ് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. ദൈവത്തിന്റെ ഉന്നതത്വത്തിന്റെ ആ ഒരു സ്ഥാനം അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഭാവം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ആരാണ്, നമ്മൾ വെറും പൊടിയാണ് എന്നുള്ള ഒരു തിരിച്ചറിവ്, നമ്മൾ എത്രമാത്രം ദൈവത്തിൽ ആശ്രയിക്കേണ്ടവരാണ്, ഞാൻ എത്രമാത്രം നിന്നിൽ ആശ്രയിക്കുന്നു എന്നുള്ളത് നമ്മൾ ദൈവത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, അവിടെ സമർപ്പിക്കുകയാണ്. നമ്മളെ ഏറ്റവും താഴ്ത്തി നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഇങ്ങനെയാണ് ഒരു പ്രാർത്ഥന തുടങ്ങേണ്ടത്. മനുഷ്യയുടെ പ്രാർത്ഥന അതുപോലെ തന്നെയായിരുന്നു. അവന്റെ മഹിമയുടെ മഹത്വം അളക്കാനാവാത്തതാണ്. പാപികൾക്കെതിരായി നിന്റെ കോപഭീഷണി ആർക്ക് നേരിടാൻ കഴിയും? എന്നിരുന്നാലും നിന്റെ കരുണ അതിന്റെ അന്തവും കുന്തവും ഒന്നും അന്വേഷിച്ച് കണ്ടെത്താൻ പോലും പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പോൾ എത്ര മഹത്വത്തോടു കൂടിയാണ് ആ ഒരു പ്രാർത്ഥന തുടങ്ങുന്നത് തന്നെ. ഇനി അടുത്ത ഭാഗം എന്ന് പറഞ്ഞാൽ മനുഷ്യ കൺഫസ് ചെയ്യുകയാണ്. ആക്സ് എന്നതിലെ ആ ഒരു സി, രണ്ടാമത്തെ കാര്യം തന്നെയാണ് മനുഷ്യ ചെയ്യുന്നത്. താൻ ചെയ്ത ഓരോ കാര്യങ്ങളും മനുഷ്യ എടുത്തെടുത്ത് പറയുകയാണ്. ഞാൻ ബലി കഴിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ മറ്റുള്ള വിഗ്രഹങ്ങൾ സ്ഥാപിക്കുകയും അശുദ്ധികളെ വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്ത് ഞാൻ നിന്റെ കോപം ഉണർത്തുകയും നിന്റെ സന്നിധിയിൽ ദോഷം ചെയ്യുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞ് താൻ ചെയ്ത ഓരോ പാപങ്ങളും ഒരു മടിയും കൂടാതെ ഒന്നും ഒളിച്ചു വെക്കാതെ തുറന്ന് പറയുകയാണ് മനുഷ്യ. ആ ഒരു പാപം ഏറ്റു പറയുക എന്ന് പറഞ്ഞാൽ മാനസാന്തരത്തിന്റെ വഴിയിലേക്കുള്ള ആദ്യത്തെ ചുവടാണ് പാപം ഏറ്റു പറയുക എന്നുള്ളത്. നമ്മൾക്കൊരു വലിയ പാഠം തന്നെയാണ് ഇതുള്ളത്. നമ്മുടെ ഏത് പാപങ്ങളും മായ്ച്ച് കളയാനുള്ള കരുണയാണ് എന്നുള്ളത് നന്നായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മനുഷ്യ ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്. ഇനി അടുത്തതായിട്ട് മനുഷ്യ ചെയ്യുന്നത് പാപത്തിന് ക്ഷമ ചോദിക്കുക മാത്രമല്ല, രക്ഷ അല്ലെങ്കിൽ ഡെലിവറൻസിന് വേണ്ടി, വിടുതലിന് വേണ്ടി ദൈവത്തോട് യാചിക്കുകയാണ്. അവസാനമായിട്ടാണ് സപ്ലിക്കേഷൻ, യാചിക്കുകയാണത്. നീ എന്നെ കൈവിടരുതേ, ഏറ്റവും താഴ്ന്ന ഭാഗങ്ങളിലേക്ക് എന്നെ വിധിക്കരുതേ എന്ന് പറഞ്ഞ്, എന്നെ കോപത്തോടെ തള്ളിക്കളയരുതേ എന്ന് പറഞ്ഞ്, എന്നെ നീ പുനഃസ്ഥാപിക്കണമേ എന്ന് അഭയ യാചന എന്ന് പറഞ്ഞാൽ ഈ ഒരു അഭയ യാചന അവസാനമാണ് മനുഷ്യ പറയുന്നത്. മനുഷ്യ ഇതിനകത്ത് പറയുന്നുണ്ട്, നീ മാനസാന്തരപ്പെടുന്നവരുടെ ദൈവമാണ്. മാനസാന്തരപ്പെടുന്ന ഒരു പ്രാപിയെ ഓർത്ത് സ്വർഗം എത്രമാത്രം സന്തോഷിക്കുമെന്നുള്ളത് ഇവിടെ മനുഷ്യയുടെ ആ ഒരു ജീവിതത്തിൽ വരുന്ന വലിയ വിടുതൽ കാണുമ്പോൾ നമ്മൾക്ക് ശരിക്കും മനസ്സിലാവുന്നു. ദൈവം മനുഷ്യയുടെ രാജ്യത്തെ പൂർണ്ണമായിട്ട് പുനഃസ്ഥാപിക്കുകയാണ്. താങ്ക്സ് ഗിവിങ് എന്ന നാലാമത്തെ ആ ഒരു പാർട്ട് പോലും, ആ ഒരു പ്രാർത്ഥനയുടെ ഘടകവും ഇവിടെയും മനുഷ്യ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ ജീവിതകാലം ഒക്കെയും ഞാൻ നിന്നെ സ്തുതിക്കും, സ്വർഗത്തിലെ എല്ലാ ശക്തികളും നിന്നെ സ്തുതിക്കുന്നു, മഹത്വം എന്നേക്കും നിനക്കുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടാണ് മനുഷ്യ തൻ്റെ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത്. അപ്പൊ ഈ ഒരു മനുഷ്യയുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വളരെ മഹത്വമേറിയ ഒരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയുടെ എല്ലാ ഘടകങ്ങളും ഉൾപ്പെട്ടുകൊണ്ട് ദൈവത്തിന് ഏറ്റവും വലിയ മഹത്വം കൊടുത്തുകൊണ്ട് വളരെ ശക്തിയേറിയ പ്രാർത്ഥന തന്നെയാണ് മനുഷ്യയുടെ പ്രാർത്ഥന. മനുഷ്യയുടെ പ്രാർത്ഥനയുടെ വിടുതല് എന്ന് പറഞ്ഞാൽ വലിയതായിട്ടൊന്നും അവിടെ വിടുതലിന് വേണ്ടിയൊന്നും മനുഷ്യ പ്രാർത്ഥിക്കുന്നില്ല. വിടുതലിനെ കുറിച്ച് പറയുന്നുണ്ട്, അതിനെ രക്ഷിക്കണമേ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ മുമ്പായിട്ട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ദൈവത്തെ വർണ്ണിക്കാനും പുകഴ്ത്താനും കൺഫഷന് വേണ്ടിയും തന്നെയാണ്. മാനസാന്തരപ്പെട്ടുള്ള ആ ഒരു വാക്കുകളാണ് ഇതിലേറെ കൂടി ഉള്ളത്. ആ ഒരു മാനസാന്തരം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കരുണ ജീവിതത്തിലേക്ക് പ്രവഹിക്കുന്ന ഒരു ആസ്പെക്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു പ്രാർത്ഥന ഈ ഒരു തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ചങ്ങലകളെ അക്ഷരാർത്ഥത്തിൽ പൊട്ടിച്ച പ്രാർത്ഥന തന്നെയാണ്. മനുഷ്യയെ വീണ്ടും രാജ്യത്വത്തിലേക്ക് ദൈവം തിരിച്ച് കൊണ്ടെത്തിക്കുകയാണ്.
കർത്താവ് തന്നെയാണ്, ദൈവമായ കർത്താവ് തന്നെയാണ് ജീവനുള്ള ദൈവം എന്ന മനുഷ്യ തൻ്റെ ജീവിതത്തിൽ പിന്നീടാണ് തിരിച്ചറിയുന്നത്. തൻ്റെ പീഡയുടെ അവസരത്തിലാണ് മനുഷ്യയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ദൈവത്തെ കാണാൻ സാധിക്കുന്നത്. പീഡനങ്ങളുടെ അവസരങ്ങളിലൊക്കെ പലപ്പോഴും ദൈവമായിട്ടുള്ള ബന്ധം പലർക്കും വിട്ടുപോകുമ്പോൾ മനുഷ്യയുടെ ജീവിതത്തിൽ വരുന്നത് മനുഷ്യ ദൈവത്തെ അറിയുകയാണ്. താൻ രാജാവായിരുന്നപ്പോൾ എല്ലാ സൗകര്യങ്ങളോടും കൂടി ജീവിച്ചപ്പോൾ ദൈവത്തെ തീർത്തും വേണ്ട എന്ന് പറഞ്ഞു നിന്ന ആളാണ് മനുഷ്യ. പക്ഷെ ആ ഒരു മനുഷ്യ വലിയ മാറ്റമാണ് മനുഷ്യയുടെ ജീവിതത്തിൽ വരുന്നത്. മനുഷ്യയുടെ അകൃത്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ 33-ാമത്തെ അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് വളരെ മോശമായ കാര്യങ്ങളാണ് മനുഷ്യ ചെയ്തത്. ജാതികളെക്കാട്ടിലും കൂടുതൽ എത്ര അകൃത്യങ്ങൾ ചെയ്ത ഒരു രാജാവും ജനങ്ങളുമായിരുന്നു അത്. പക്ഷെ ദൈവത്തിന്റെ കരുണ എന്ന് പറഞ്ഞാൽ ഏത് അകൃത്യങ്ങളെയും മോചിക്കാൻ ഉതകുന്നതാണ് എന്നുള്ളതാണ് ഈ ഒരു പ്രാർത്ഥനയുടെ ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി നമുക്ക് മനസ്സിലാകുന്നത്. മനുഷ്യയുടെ ഭൂതകാലം എന്നത് കർത്താവ് പൂർണ്ണമായിട്ടും മാറ്റി. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെ തന്നെയാണ്. നമ്മുടെയൊക്കെ ഭൂതകാലം, നമ്മളൊക്കെ ചെയ്ത അകൃത്യങ്ങളും ഒക്കെ അവൻ്റെ കരുണയാൽ, അവൻ്റെ ക്ഷമയാൽ, അവൻ്റെ സ്നേഹത്താൽ അവൻ പൂർണ്ണമായിട്ട് മാറ്റുന്നു. നിങ്ങളുടെ പാപം എത്ര കടും ചുവപ്പാണെങ്കിലും അത് ഹിമം പോലെ വെളുപ്പിക്കും എന്നുള്ളത് ഇവിടെ നമ്മൾ അക്ഷരാർത്ഥത്തിൽ കാണുകയാണ്. അപ്പോൾ ഇന്ന് നിങ്ങളുടെയൊക്കെ ജീവിതത്തിലും പലതരത്തിലുള്ള വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ആണെങ്കിൽ, നോക്കിയിരിക്കുന്നവരാണെങ്കിൽ, ഈ ഒരു മനുഷ്യരുടെ പ്രാർത്ഥന നിങ്ങൾക്കും പ്രാർത്ഥിക്കാവുന്ന പ്രാർത്ഥന തന്നെയാണ്. ഇതൊരു ടിപ്പിക്കൽ ഐഡിയൽ പ്രാർത്ഥന ആണിത്. ഇതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രാർത്ഥനയെക്കുറിച്ച്, ഈ ഒരു പ്രാർത്ഥനയെക്കുറിച്ച് ഇന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു എന്നുള്ളത് കണ്ടപ്പോൾ ഈ ഒരു പ്രാർത്ഥനയെക്കുറിച്ച് അന്വേഷിച്ച് കണ്ടെത്താനും അതിനെക്കുറിച്ച് ഒരു മെസ്സേജ് തയ്യാറാക്കാനും എനിക്ക് തോന്നിയത്. ACTS എന്ന അഡറേഷൻ, കൺഫെഷൻ, താങ്ക്സ് ഗിവിങ് ആൻഡ് ലാസ്റ്റ്ലി സപ്ലിക്കേഷൻ എന്നത് തന്നെയായിരിക്കട്ടെ നമ്മുടെയൊക്കെ പ്രാർത്ഥനയുടെയും ഓർഡർ. പലപ്പോഴും നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെയൊക്കെ പ്രാർത്ഥനകളിൽ ഈ സപ്ലിക്കേഷൻ മാത്രമേ കാണത്തുള്ളൂ. തരണേ തരണേ, കരുണ കാണിക്കണമേ എന്നുള്ള ഈ ഒരു സപ്ലിക്കേഷൻ, യാചനകൾ ഏറ്റവും അവസാനമാക്കിയിട്ട് ഈ മറ്റു 3 കാര്യങ്ങളും നമ്മൾ പ്രാർത്ഥിക്കാൻ ശ്രമിച്ചാൽ, നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചാൽ വലിയ ഡെലിവറൻസിന് വഴിതെളിക്കുന്ന ഒരു പ്രാർത്ഥന രീതി തന്നെയാണ്. ഇങ്ങനെ തന്നെയായിരിക്കണം പ്രാർത്ഥന എന്നുള്ളത്. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, എന്നാൽ ഇവയൊക്കെ നിങ്ങൾക്ക് ലഭിക്കും എന്നതാണ്. മുമ്പേ യാചിക്കാനല്ല നമ്മൾ പോകേണ്ടത് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക. മനുഷ്യരുടെ പ്രാർത്ഥനയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നമ്മുടെയൊക്കെ പ്രാർത്ഥനകളുടെ രീതി മാറ്റി മാനസാന്തരപ്പെടുന്നവരുടെ ദൈവമാണ് കർത്താവ് എന്നുള്ളത് മനസ്സിലാക്കി മാനസാന്തരപ്പെട്ട് അകൃത്യങ്ങളുടെ കടങ്ങളൊക്കെ ദൈവത്തോട് വീട്ടാൻ എല്ലാ ദിവസവും പ്രാർത്ഥനകളിൽ നമ്മൾ യാചിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുണ പ്രവഹിക്കുകയാണ് വരുന്നത്. നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തുമ്പോൾ ദൈവം നമ്മളെ ഉയർത്താൻ ശ്രമിക്കും. ഈ ഒരു പ്രാർത്ഥനയിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളൂ. ഈ ഒരു പ്രാർത്ഥന നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക, പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുക. മനുഷ്യയുടെ പ്രാർത്ഥന മനുഷ്യയുടെ കാരാഗ്രഹങ്ങളിൽ പൊട്ടിച്ച്, മനുഷ്യയുടെ ചങ്ങലകളെ പൊട്ടിച്ചതുപോലെ തന്നെ നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ നിങ്ങൾ ആയിരിക്കുന്ന കാരാഗ്രഹങ്ങളിൽ നിന്നും, ചങ്ങലകളിൽ നിന്നും, ബന്ധനങ്ങളിൽ നിന്നും മോചിക്കാൻ നിങ്ങളെയും പ്രാപ്തരാക്കുന്നത് തന്നെയാണ്. So come fall in love with Jesus and fall in love with the word of God.